ഒന്നാമനാവാൻ ഒന്നാമനൊപ്പം. അതാണ് പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ ആപ്തവാക്യം. അതൊരു ചരിത്രമാണ്. കേരളത്തിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ ഒന്നാം സ്ഥാനം കുത്തകയാക്കി മാറ്റിയ ബ്രില്യന്റിന്റെ വിജയചരിത്രം. 2005 കേരള എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ നിനോയ് ജോബ് കണ്ണമ്പള്ളി ഒന്നാം റാങ്കുകാരുടെ തുടർക്കഥയുടെ ആദ്യത്തെ അധ്യായം മാത്രമായിരുന്നു. ഗുഡ് ഷെപ്പേർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ തെങ്ങണയിലായിരുന്നു അദ്ദേഹത്തിന്റെ +1, +2 കാലഘട്ടം. എൻട്രൻസിൽ ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയ ശേഷം IIT മദ്രാസിൽ ഉപരിപഠനം നടത്തി. ഇപ്പോൾ അമേരിക്കയിലെ ന്യൂയോർക്കിൽ സർവേയർ ക്യാപിറ്റൽ എന്ന കമ്പനിയിൽ ഹെഡ്ജ് ഫണ്ട് മാനേജറായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. എഞ്ചിനീയറായ അദ്ദേഹത്തിന്റെ ഭാര്യ ഫ്രാന ജെയിംസ് ബ്രില്യന്റിലെ 2006 ബാച്ച് വിദ്യാർത്ഥിനിയായിരുന്നു. ഇപ്പോൾ അമേരിക്കയിൽ IT കമ്പനികളുടെ ഉടമയാണ്. മെഡിക്കൽ പ്രവേശനത്തിന് രാജ്യത്ത് നീറ്റ് എന്ന ഒറ്റ പരീക്ഷയായിരുന്നില്ല മുമ്പുണ്ടായിരുന്നത്. കേരള മെഡിക്കലിന് പ്രത്യേകം പരീക്ഷ, ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് എന്ന പേരിൽ മറ്റൊരു പരീക്ഷ, എയിംസിൽ പ്രവേശനം നേടണമെങ്കിൽ അതിന് മറ്റൊരു പരീക്ഷ. 15 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2009 കാലഘട്ടം. ആ വർഷം സംസ്ഥാനത്ത് മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ഒന്നാം റാങ്ക്, അതോടൊപ്പം എയിംസിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ ദേശീയ തലത്തിൽ ഒന്നാം റാങ്ക്. ഇത് രണ്ടും കരസ്ഥമാക്കി ചരിത്രം സൃഷ്ടിച്ചത് ഒരാളായിരുന്നു. ബ്രില്യന്റിലെ ജെയ്ബൻ ജോർജ് എന്ന വിദ്യാർത്ഥി. ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലെ ലോങ് ടൈം ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു ജെയ്ബൻ. ചങ്ങനാശ്ശേരി പ്ലാസിഡ് വിദ്യാവിഹാർ സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് +1, +2 പഠനം പൂർത്തീകരിച്ചത്. ഇപ്പോൾ അദ്ദേഹം എയിംസ് ഡൽഹിയിൽ സീനിയർ റെസിഡന്റ് ഇൻ ഓർത്തോപീഡിക്കായി സേവനമനുഷ്ഠിക്കുകയാണ്. 2011 ദിലീപ് കെ കൈനിക്കര എന്ന ബ്രില്യന്റിലെ മിടുമിടുക്കനായ വിദ്യാർത്ഥിയാണ് ആ വർഷം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. ശേഷം IIT മദ്രാസിൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി. 2021 സിവിൽ സർവീസ് എക്സാമിന് ദേശീയ തലത്തിൽ 21ാം റാങ്ക് നേടി അഭിമാനമായി മാറിയ ഇദ്ദേഹം ഇപ്പോൾ കാസർഗോഡ് സബ് കളക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. 2012 ശില്പ എം പോൾ എന്ന ബ്രില്യന്റിലെ വിദ്യാർത്ഥിനിയാണ് കേരള മെഡിക്കലിൽ മലയാളികൾക്കെല്ലാം അഭിമാനമായി തീർന്നത്. ബ്രില്യന്റിലെ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ വിദ്യാർത്ഥിനിയായിരുന്ന ശില്പ NSS HSS വാരപ്പെട്ടിയിലാണ് തന്റെ +1, +2 കാലഘട്ടം ചിലവഴിച്ചത്. ശില്പ ഇപ്പോൾ എയിംസ് ഡൽഹിയിൽ സീനിയർ റെസിഡന്റ് ഡോക്ടറായി ജോലി ചെയ്യുന്നു. 2012 കേരള എഞ്ചിനീയറിംഗ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ബിനു ജോർജ് എന്ന വിദ്യാർത്ഥിയാണ്. ചങ്ങനാശ്ശേരി പ്ലാസിഡ് വിദ്യാവിഹാർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ +2 പഠനത്തോടൊപ്പമായിരുന്നു ബ്രില്യന്റിൽ എൻട്രൻസ് പരിശീലനം. അതിനുശേഷം എഞ്ചിനീയറിംഗ് പഠനം IIT മദ്രാസിൽ പൂർത്തിയാക്കി. നിലവിൽ ക്വാണ്ടിറ്റസ് ടെക്നോളജീസിന്റെ സ്ഥാപകനും MDയുമാണ്. 2013 നീറ്റും കേരള മെഡിക്കൽ എൻട്രൻസും 2 പരീക്ഷകളായിട്ടാണ് നടന്നത്. അതിന്റെ ഭാഗമായി ആ വർഷം 2 വിദ്യാർത്ഥികൾ ബ്രില്യന്റിൽ നിന്നും ഒന്നാം സ്ഥാനം അലങ്കരിച്ചു. നീറ്റിന് ലിൻഡ തോമസ് കേരളത്തിൽ ഒന്നാമതായപ്പോൾ ഗോകുൽ ജി നായർ കേരള മെഡിക്കലിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി. ഗോകുൽ ബ്രില്യന്റിലെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലെ വിദ്യാർത്ഥിയായിരുന്നു. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഗോകുലിന്റെ ഹയർ സെക്കൻഡറി കാലഘട്ടം. ഇപ്പോൾ എയിംസ് ഡൽഹിയിൽ സേവനമനുഷ്ഠിക്കുന്നു. കട്ടപ്പന സ്വദേശിയായ ലിൻഡ തോമസ് ആനക്കല്ല് സെയിന്റ് തോമസ് പബ്ലിക് സ്കൂളിലെ +2 പഠനത്തോടൊപ്പമാണ് എൻട്രൻസ് പരിശീലനം നേടിയത്. ഡൽഹി എയിംസിൽ MBBSനും ഛത്തീസ്ഗഡിൽ MDയ്ക്കു ശേഷം ഡൽഹി RML ഹോസ്പിറ്റലിൽ സീനിയർ റെസിഡന്റ് ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. ആൽബിൻ ജോസ് എന്ന വിദ്യാർത്ഥിയാണ് 2013 കേരള എഞ്ചിനീയറിംഗിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. ചങ്ങനാശ്ശേരി പ്ലാസിഡ് വിദ്യാവിഹാർ സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് +1, +2 കാലഘട്ടം. ശേഷം ബ്രില്യന്റിൽ റിപ്പീറ്റ് ചെയ്ത് എൻട്രൻസിൽ മികച്ച വിജയം നേടുകയും IIT ബോംബെയിൽ തന്റെ ഉപരിപഠനം പൂർത്തിയാക്കുകയും ചെയ്തു. 2014 ബേസിൽ കോശി സജീവ് കേരള മെഡിക്കൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. വിമലഗിരി പബ്ലിക് സ്കൂൾ കോതമംഗലത്താണ് ബേസിലിന്റെ ഹയർ സെക്കൻഡറി സ്കൂൾ കാലഘട്ടം. ബ്രില്യന്റിന്റെ ലോങ് ടൈം ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു. ബേസിൽ ഇപ്പോൾ എയിംസ് ഡൽഹിയിൽ സീനിയർ റെസിഡന്റ് ഡോക്ടറായി ജോലി ചെയ്യുന്നു. 2014 ഋതുൽ P എന്ന വിദ്യാർത്ഥിയാണ് ബ്രില്യന്റിൽ നിന്നും ഏറ്റവും അഭിമാനപൂർവ്വം കേരള എഞ്ചിനീയറിംഗിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി IIT ഡൽഹിയിൽ അഡ്മിഷൻ നേടിയത്. ഋതുൽ CBHSS മലപ്പുറത്താണ് തന്റെ ഹയർ സെക്കൻഡറി കാലഘട്ടം പൂർത്തിയാക്കിയത്. ബ്രില്യന്റിലെ 1 വർഷത്തെ IIT കോച്ചിങ്ങിലൂടെയാണ് നല്ല സ്കോർ നേടി ഋതുൽ IIT ഡൽഹിയിൽ പ്രവേശിച്ചത്. ഇപ്പോൾ ISROയിൽ സയന്റിസ്റ്റായി ജോലി ചെയ്യുന്നു. 2016 ബ്രില്യന്റിലെ മുഹമ്മദ് മുനബീർ എന്ന വിദ്യാർത്ഥി കേരള മെഡിക്കലിൽ ചരിത്ര വിജയം നേടി.
കേരള ചരിത്രത്തിൽ ആദ്യമായി 960-ൽ 960 മാർക്കും കരസ്ഥമാക്കിയാണ് മുഹമ്മദ് മുനവീർ ചരിത്രം രചിച്ചത്. പെരളശ്ശേരി AKG സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു മുഹമ്മദ് മുനവീർ. ബ്രില്യന്റ് റിപ്പീറ്റേഴ്സ് ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്ന മുഹമ്മദ് ഇപ്പോൾ എയിംസ് ഡൽഹിയിൽ സീനിയർ റെസിഡന്റ് ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. 2016-ൽ ബ്രില്യന്റിന്റെ രാം ഗണേഷ് കേരള എഞ്ചിനീയറിംഗിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി IIT മദ്രാസിൽ പ്രവേശനം നേടിയെടുത്തു. +2 പഠനത്തോടൊപ്പമായിരുന്നു എൻട്രൻസ് കോച്ചിംഗ്. IIT മദ്രാസിലെ പഠനത്തിന് ശേഷം ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് കോഴ്സ് പഠിക്കുകയും അതിനുശേഷം ഡൽഹിയിൽ സീനിയർ ഫിനാൻഷ്യൽ അനലിസ്റ്റായി മാസ്റ്റർ കാർഡ് ഇന്റർനാഷണൽ ലിമിറ്റഡിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നു. 2017-ൽ കേരള മെഡിക്കലിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് ബ്രില്യന്റിലെ വിദ്യാർത്ഥിയായ ഡെറിക് ജോസഫ് എന്ന മിടുക്കനായിരുന്നു. സെയിന്റ് ആന്റണീസ് പബ്ലിക് സ്കൂൾ ആനക്കല്ലിലെ +2 പഠനത്തോടൊപ്പം എൻട്രൻസിനും തയ്യാറെടുത്തു. ഇപ്പോൾ എയിംസ് ഡൽഹിയിൽ സീനിയർ റെസിഡന്റ് ഡോക്ടറാണ് അദ്ദേഹം. 2018-ൽ കേരള മെഡിക്കൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് ജസ് മരിയ ബെന്നി എന്ന ബ്രില്യന്റിലെ മിടുക്കിയായ വിദ്യാർത്ഥിനിയായിരുന്നു. സെയിന്റ് ആന്റണീസ് പബ്ലിക് സ്കൂൾ ആനക്കല്ലിൽ +2 പഠനം പൂർത്തിയാക്കിയ ജസ് മരിയ ബ്രില്യന്റിലെ റിപ്പീറ്റർ പ്രോഗ്രാമിലൂടെയാണ് പരിശീലനം നേടിയത്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്യുന്നു. 2018-ൽ അമൽ മാത്യു എന്ന ഞങ്ങളുടെ വിദ്യാർത്ഥി കേരള എഞ്ചിനീയറിംഗിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി IIT ബോംബെയിൽ അഡ്മിഷൻ നേടിയെടുത്തു. മന്നാനം KE സ്കൂളിലെ +2 പഠനത്തോടൊപ്പമായിരുന്നു എൻട്രൻസ് പരിശീലനം. ഇപ്പോൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യുന്നു. 2019-ൽ വിഷ്ണു വിനോദ് എന്ന വിദ്യാർത്ഥിയാണ് കേരള എഞ്ചിനീയറിംഗിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. വിഷ്ണു KE സ്കൂൾ മന്നാനത്ത് +2 പഠനത്തോടൊപ്പമായിരുന്നു ബ്രില്യന്റിലെ പരിശീലനം നേടിയത്. ഇപ്പോൾ IIT മദ്രാസിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ തുടർ പഠനം നടത്തുന്നു. 2020-ൽ വരുൺ KS എന്ന വിദ്യാർത്ഥിയാണ് ബ്രില്യന്റിൽ നിന്നും ഏറ്റവും അഭിമാനപൂർവ്വം കേരള എഞ്ചിനീയറിംഗിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. +2 പഠനത്തിന് ശേഷം ബ്രില്യന്റിലെ IIT കോച്ചിങ്ങിലൂടെ മിടുക്കനായി പഠിച്ച വരുൺ ഇപ്പോൾ IIT ബോംബെയിൽ ഉപരിപഠനം നടത്തുന്നു. 2021-ൽ കേരള തലത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച് കേരള മെഡിക്കൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയത് ബ്രില്യന്റിലെ S ഗൗരി ശങ്കറാണ്. ചങ്ങനാശ്ശേരി പ്ലാസിഡ് വിദ്യാവിഹാർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ +2 പഠനത്തോടൊപ്പമാണ് ഗൗരി ശങ്കർ തന്റെ എൻട്രൻസ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇപ്പോൾ എയിംസ് ഡൽഹിയിൽ 3ാം വർഷ വിദ്യാർത്ഥിയാണ്. 2021-ൽ ഫായിസ് ഹാഷിം കേരള എഞ്ചിനീയറിംഗിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ദേവമാത പബ്ലിക് സ്കൂൾ തൃശൂരിൽ ബ്രില്യന്റ് IIT കോച്ചിങ്ങിന്റെ ഭാഗമായിരുന്നു ഫായിസ്. ഇപ്പോൾ അദ്ദേഹം IIT ബോംബെയിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നു. 2022-ൽ നീറ്റിന് മികച്ച വിജയം കരസ്ഥമാക്കി കേരളത്തിൽ 1ാമതെത്തിയത് നന്ദിത P ആയിരുന്നു. നവമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ തിരുനാവായിലെ മിടുക്കിയായ വിദ്യാർത്ഥിനിയായിരുന്ന നന്ദിത ബ്രില്യന്റ് റിപ്പീറ്റേഴ്സ് ബാച്ചിലാണ് പരിശീലനം നേടിയത്. ഇപ്പോൾ എയിംസ് ഡൽഹിയിൽ 2ാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ് നന്ദിത. 2022-ൽ വിശ്വനാഥ് വിനോദാണ് കേരള എഞ്ചിനീയറിംഗിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഈ 1ാം റാങ്കിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതൊരു തനിയാവർത്തനമാണ്. സ്വന്തം ജ്യേഷ്ഠനായ വിഷ്ണു വിനോദ് 2019-ൽ കരസ്ഥമാക്കിയ കേരള എഞ്ചിനീയറിംഗിലെ 1ാം സ്ഥാനം 2022-ൽ വിശ്വനാഥ് വിനോദ് വീണ്ടും സാധ്യമാക്കി. വിശ്വനാഥ് KE സ്കൂൾ മന്നാനത്ത് +2 പഠനത്തോടൊപ്പം ബ്രില്യന്റിലെ IIT ബാച്ചിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ മദ്രാസ് IIT-യിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ തന്റെ ഉപരിപഠനം നടത്തുന്നു. 2022-ൽ JEE അഡ്വാൻസ്ഡ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 3ാം റാങ്കും JEE മെയിൻ എക്സാമിൽ കേരള ചരിത്രത്തിൽ ആദ്യമായി 100% സ്കോറും കരസ്ഥമാക്കി അഭിമാന നേട്ടത്തിനുടമയായ വിദ്യാർത്ഥിയാണ് തോമസ് ബിജു ചീരംവേലിൽ. +2 പഠനത്തോടൊപ്പം ബ്രില്യന്റിൽ പരിശീലനം നേടി ചരിത്രം കുറിച്ച തോമസ് ബിജു ഇപ്പോൾ ബോംബെ IIT-യിൽ 2ാം വർഷ BTech കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ്. ഇനി കഴിഞ്ഞ വർഷത്തെ, അതായത് 2023-ലെ കേരള മെഡിക്കലിന് 1ാം റാങ്ക് നേടിയത് ആര്യ RS ആണ്. താമരശ്ശേരി അൽഫോൻസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ +2 പഠനം പൂർത്തിയാക്കിയ ആര്യ ബ്രില്യന്റിലെ ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ പരിശീലനം നേടിയാണ് തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. ഇപ്പോൾ ആര്യ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ്. 2023-ൽ കേരള എഞ്ചിനീയറിംഗ് 1ാം സ്ഥാനം നേടിയത് ബ്രില്യന്റിലെ സഞ്ജയ് P മല്ലാറാണ്. തൃശൂർ ദേവമാത CMI പബ്ലിക് സ്കൂളിലെ +2 പഠനത്തോടൊപ്പമാണ് സഞ്ജയ് എൻട്രൻസിന് തയ്യാറെടുത്തത്. IISc ബാംഗ്ലൂരിൽ ഇപ്പോൾ ഉപരിപഠനം നടത്തുന്നു.
2023 JEE മെയിൻ 100% സ്കോർ ബ്രില്യന്റിലേക്ക് എത്തി. ബ്രില്യന്റിലെ ബോട്ടണി അധ്യാപകനായ സെന്നി ജെയിംസിന്റെ മകൻ ആഷിഖ് സ്റ്റെന്നിയാണ് സ്വപ്ന നേട്ടം കൈവരിച്ചത്. പാലാ ചാവറ CMI പബ്ലിക് സ്കൂളിലെ +2 പഠനത്തോടൊപ്പമായിരുന്നു ആഷിഖിന്റെ എൻട്രൻസ് പരിശീലനം. ഇപ്പോൾ കാൺപൂർ IITയിൽ 1ാം വർഷ BTech കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ് ആഷിഖ്. എയിംസും IITയും മലയാളി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കിട്ടാക്കനിയായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കീഴ്വഴക്കത്തിന് മാറ്റം കൊണ്ടുവന്നത് ബ്രില്യന്റാണ്. രാജ്യത്തെ ഏത് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എത്തിച്ചേർന്നാലും അവിടെ മലയാളി വിദ്യാർത്ഥികളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അതിൽ 90% ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ് എന്ന് ഏറ്റവും അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ എടുത്തു നോക്കൂ. അവിടെയും ബ്രില്യന്റിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ കൃത്യമായ ആധിപത്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഒരിക്കൽ കൂടി പറയട്ടെ, ഒന്നാമനാവാൻ ഒന്നാമനൊപ്പം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.